ഹായ് എല്ലാവർക്കും ട്രിക്സൈൻ്റെ യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം അല്ലേ. ഒരു എക്സാം നമുക്ക് കഴിഞ്ഞായിരുന്നു. രണ്ടാമത് ഉച്ചയ്ക്ക് ശേഷം നടക്കാണ്ടിരുന്ന എക്സാം രാവിലത്തെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മാറിക്കൊടുത്തത് കാരണം അത് മാറ്റി വെച്ചിരിക്കുന്നു. അങ്ങനെ വലിയ പാടായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കും അല്ലേ 10th പ്രിലിംസ്. കാരണം നിങ്ങൾക്ക് ട്രിക്സൈൻ ഇവിടെ കിടന്ന് അല്ലേ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഏകദേശം സിലബസ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കറണ്ട് അഫെയർ ഉൾപ്പെടെ നമ്മൾ പഠിച്ച് എന്താ പറയുന്നത് ടോപ്പിക് റിവ്യൂസ് കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ഒന്നുകൂടി റിവ്യൂസ് ചെയ്ത് മാരത്തോണൊക്കെ പോയിട്ട് നമ്മൾ സെറ്റായിട്ട് പോകേണ്ട വലിയ ടെൻഷൻ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതായിരുന്നു കീ. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് രണ്ട് ഫേസിലും ചോദിച്ചിരിക്കുന്ന ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ വന്നിരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് മെല്ലെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ആദ്യ ചോദ്യം നോക്കിയേ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 വേദി എവിടെയെന്നാണ് ചോദ്യം. ഒരു വേദിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 2026 ചോദിച്ച് അല്ലെ ഒരു വേദി വന്നിരിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടിക്ക് വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? ബാംഗ്ലൂരായിരുന്നു വേദിയായിരുന്നു അല്ലെ. ബാംഗ്ലൂർ വേദി ആയിരിക്കുന്നു എന്നുള്ളതായിരുന്നു അല്ലെ. സോ ഇത് ഈ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു പലരും ഒരു പക്ഷേ സ്കിപ്പ് ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ സ്കിപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യമായിരുന്നു. അതൊന്ന് സ്കിപ്പ് ചെയ്യേണ്ട ഒരു ചോദ്യം തന്നെയായിരുന്നു എന്നുള്ളതായിരുന്നു അല്ലെ. ഇതിപ്പം വാട്ടർ ഉച്ചകോടി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഡൽഹിയിലൊക്കെ നടക്കാനുള്ള ചാൻസ് ഒക്കെ ഇല്ല എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടാവും. സോ അല്ല എന്നുള്ളതായിരുന്നു, ബാംഗ്ലൂരായിരുന്നു. നമുക്ക് പ്രധാനപ്പെട്ട ഉച്ചകോടികൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് 1-2 ഉച്ചകോടിയൊക്കെ നമുക്ക് മെല്ലെ നോക്കാം. അതിൽ നോക്കാം. ആദ്യം ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടി. ഇന്ത്യയിലെ ആദ്യത്തെ AI ഇമ്പാക്ട് ഉച്ചകോടി എവിടെ നടന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഭാരത് മണ്ഡപം, ന്യൂഡൽഹി. ഇനി അതുമായി ഒരു ചോദ്യം വരികയാണെങ്കിൽ എഴുതിക്കൊള്ളുക. ഇന്ത്യയിലെ ആദ്യത്തെ AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? അത് ഭാരത് മണ്ഡപമാണ്. ഭാരത് മണ്ഡപം എവിടെയാണ്? ഭാരത് മണ്ഡപം ന്യൂഡൽഹിയിലാണ് AI ഇമ്പാക്ട് ഉച്ചകോടി നടന്നു എന്നുള്ളതാണ്. അതിൽ എന്തായിരുന്നു പ്രധാന വിഷയം അല്ലെ? മനുഷ്യരാശിക്കും സുസ്ഥിര വികസനത്തിനുമായി കൃത്രിമ ബുദ്ധി രൂപപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പ്രധാന വിഷയം. അതും കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. മനുഷ്യരാശിക്കും സുസ്ഥിര വികസനത്തിനുമായി കൃത്രിമ ബുദ്ധി രൂപപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അതിന്റെ പ്രധാന വിഷയമായിട്ട് എടുത്തിരുന്നു ആ ഉച്ചകോടി. ഇനി ഏഷ്യ എക്കണോമിക് ഡയലോഗ് അല്ലെ. ഏഷ്യ എക്കണോമിക് ഡയലോഗിന്റെ ഉച്ചകോടി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മഹാരാഷ്ട്രയിലെ പൂനെയിലായിരുന്നു കേട്ടോ. ഏഷ്യ എക്കണോമിക് ഡയലോഗ് ഉച്ചകോടി വേദി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. എന്തായിരുന്നു അതിന്റെ പ്രധാന തീം അല്ലെങ്കിൽ എന്തായിരുന്നു പ്രധാന വിഷയം എന്ന് ചോദിക്കുകയാണെങ്കിൽ ആഗോളവൽക്കരണത്തിനപ്പുറമുള്ള ജിയോ എക്കണോമിക്സ് എന്നാണ് അതിന്റെ പ്രധാന വിഷയം അല്ലെ. അപ്പോൾ ഏഷ്യ എക്കണോമിക് ഡയലോഗിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? അത് മഹാരാഷ്ട്രയിലെ പൂനെയിലായിരുന്നു വേദി. അതും എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ദാ പോകുന്നു അല്ലെ. എന്താണ് വേദി എന്നുള്ളത്? ബയോ ഏഷ്യ ഇന്റർനാഷണൽ സമ്മിറ്റ് അല്ലെ. ബയോ ഏഷ്യ ഇന്റർനാഷണൽ സമ്മിറ്റിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ അത് ഹൈദരാബാദിലാണ്. വളരെ ഹൈദരാബാദാണ് അല്ലെ. ഹൈദരാബാദാണ് വേദിയായിരിക്കുന്നത്. വേദി ഹൈദരാബാദാണ് അല്ലെ. ഹൈടെക്സ് എക്സിബിഷൻ സെന്റർ അത് ഹൈദരാബാദ്. ബയോ ഏഷ്യ ഇന്റർനാഷണൽ സമ്മിറ്റിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ അത് ഹൈദരാബാദാണ് അല്ലെ. എന്താണ് പ്രധാന വിഷയമായിരുന്നത് ആ സമ്മേളനത്തിന്റെ പ്രധാന വിഷയം നോക്കൂ. ടെക് ബയോ അൺലീഷ്ഡ് AI ഓട്ടോമേഷൻ ബയോളജി വിപ്ലവം എന്നുള്ളതായിരുന്നു പ്രധാന വിഷയം. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പക്ഷേ വേദിയാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രിലിംസിന് പ്രധാനം വേദിയാണ്. വേദി ഒന്ന് നോക്കി വെച്ചോളുക. കഴിഞ്ഞില്ല അല്ലേ. 16ാമത് ഇന്ത്യ EU എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ. 16ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയുടെ വേദി ചോദിക്കണമെങ്കിൽ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് അല്ലെ. നമുക്കറിയാം 2026 റിപ്പബ്ലിക്കൻ ആഘോഷങ്ങൾക്ക് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റും ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അല്ലെ അങ്ങനെയും കണക്ട് ചെയ്യാം. 16ാമത് ഇന്ത്യ EU ഉച്ചകോടിക്ക് വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? ന്യൂഡൽഹിയാണ് വേദിയായിട്ട് വന്നിരിക്കുന്നത്. എവിടെയാണ്? ന്യൂഡൽഹിയാണ്. കഴിഞ്ഞില്ല. ദേ രണ്ട് കാര്യങ്ങൾ. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് 2025 നടന്ന പ്രധാനപ്പെട്ട ഒരു ഉച്ചകോടിയായിരുന്നു. കേരളത്തിന്റെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് വേദി ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചിയാണ് കേട്ടോ. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് വേദി ചോദിച്ചാൽ എവിടെയാണ്? കൊച്ചിയാണ് വേദിയായിരിക്കുന്നത്. കൊച്ചിയാണ്. ഒപ്പം ദാ നോക്കിക്കോ, ക്ലൗഡ് നേറ്റീവ് സമ്മിറ്റ് കേരള 2026. ക്ലൗഡ് നേറ്റീവ് സമ്മിറ്റ് കേരള 2026 വേദിയാകാൻ പോകുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും കൊച്ചിയാണ്. രണ്ട് പ്രധാനപ്പെട്ട കൊച്ചി വേദികളായിരിക്കുന്നതാണ് നമ്മളിവിടെ നോക്കിയിരിക്കുന്നത്. അതിലൊന്ന് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് വേദി ചോദിക്കുകയാണെങ്കിൽ അത് കൊച്ചിയാണ്. ക്ലൗഡ് നേറ്റീവ് സമ്മിറ്റ് കേരള 2026 നടക്കാൻ പോകുന്നതാണ്. അതിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചാലും എവിടെയാണ്? അത് കൊച്ചിയാണ് വേദിയായിട്ടിരിക്കുന്നത്. കൊച്ചിയാണ്. വിട്ടുകളയല്ലേ. ഇത് നമുക്ക് കിട്ടേണ്ട ഒരു ചോദ്യമാണ് അല്ലെ.
16ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. നമ്മളെ സംബന്ധിച്ച് 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാഞ്ഞിട്ട് മന്ത്രിമാര് വകുപ്പെല്ലാം നമ്മൾ കോഡ് സഹിതം പഠിച്ചു പോയതാണ്. അത് നമുക്ക് കിട്ടേണ്ട ഒരു ചോദ്യമാണ് അല്ലെ. 2026 ഏപ്രിൽ മാസം 9-ാം തീയതി. നോക്കൂ, ഡേറ്റ് പോലും നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്ത് 8, 9, 10, 11 അല്ലെ. 2026 ഏപ്രിൽ മാസം 9-ാം തീയതിയാണ് 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. നമുക്കറിയാമല്ലേ, ഒന്ന് നോക്കാം വാ. 16ാം കേരള നിയമസഭാ ഇലക്ഷൻ 2026 ഏപ്രിൽ മാസം 9-ാം തീയതി നടന്നു. ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു, ആകെ പോളിംഗ് ശതമാനം 79.63% അല്ലെ. 79.63%. ഇതെഴുതാൻ നമ്മളൊരു കാര്യം പഠിച്ചു. 3 എഴുതണം, 6 എഴുതണം, 9 എഴുതണം, 7 ഓർത്തിരിക്കുക. ഇവിടെ ഡോട്ട് ഇടുക അല്ലെ. 79.63% നമ്മുടെ പോളിംഗ് ശതമാനം. ഇനി ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോടാണ്. കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട്. കുറവ് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? അത് പത്തനംതിട്ടയാണ്. രണ്ടും മാറിപ്പോരുത്. കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോട്, കുറവ് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? പത്തനംതിട്ടയാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നായിരുന്നു ഫലപ്രഖ്യാപനം അല്ലെ. അടുത്ത എക്സാമിന് ചിലപ്പോൾ ഫലപ്രഖ്യാപനമായിരിക്കും ചോദിക്കുക. 2026 മെയ് മാസം 4-ാം തീയതിയാണ് അല്ലെ. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. അപ്പോഴും ഞാൻ പറഞ്ഞു 2026 ഈ വർഷം ഓർത്തിരുന്നാൽ അല്ലെ, 5-ാമത്തെ മാസം 4-ാമത്തെ തീയതി അല്ലെ. 6, 5, 4 5-ാമത്തെ മാസം ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് അല്ലെ. 5-ാമത്തെ മാസം 4-ാമത്തെ തീയതി അല്ലെ. 6, 5, 4 കഴിഞ്ഞു. ചോദിച്ചാൽ എഴുതണം. അപ്പൊ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്ന് വിജയിച്ചെന്ന വ്യക്തിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അല്ലെ. അദ്ദേഹം എത്രയാ വോട്ടാണ്? 85,327 അല്ലെ. 85,327 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചു എന്നുള്ളതായിരുന്നു. എന്നാൽ ഏറ്റവും കുറവ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ സി രവീന്ദ്രനാഥാണ്. തൃശൂർ ജില്ലയിലെ മണലൂരിൽ നിന്നും 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെന്ന സി രവീന്ദ്രനാഥാണ് ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. കൂടുതലും നോക്കി വെച്ചോളുക, കുറവും നോക്കി വെച്ചോളുക. കൂടുതൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുഞ്ഞാലിക്കുട്ടി, കുറവാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സി രവീന്ദ്രനാഥാണ്. കഴിഞ്ഞില്ല അല്ലെ. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച നിയമസഭാ മണ്ഡലം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? അത് കൊടുവള്ളിയാണ്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് കോഴിക്കോട് ജില്ലയിലെ അല്ലെ. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. കുറവ് സ്ഥാനാർത്ഥികൾ ചോദിക്കുകയാണെങ്കിൽ അത് കോഴിക്കോട് സൗത്ത് ആണ്. കുറവ് സ്ഥാനാർത്ഥികൾ ഇപ്രാവശ്യം ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച നിയമസഭാ മണ്ഡലം ചോദിക്കുകയാണെങ്കിൽ അത് കോഴിക്കോട് സൗത്ത് ആണ്. ഇനിതാ നോക്കിക്കോ. 2026 നടന്ന 16ാമത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അത് ആതിരാടി നായരാണ്. മത്സരിച്ചവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ആതിരാടി നായരാണ്. മത്സരിച്ചവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആതിരാടി നായർ. അതൊന്ന് നോക്കി വെച്ചോളുക. എന്നാൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയൻ അല്ലെ. മത്സരിച്ചതിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണ്. പ്രായം കുറഞ്ഞ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ആതിരാടി നായരാണ്. ഇനി ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ, വിജയിച്ചതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി അല്ലെ. ഇപ്രാവശ്യം കേരള നിയമസഭയിൽ നിന്നും വിജയിച്ചതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി അല്ലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് AD തോമസ് ആണ്. മാറിപ്പോരുത്. MLA AD തോമസ് ആണ്. ആലപ്പുഴയിൽ നിന്നും വിജയിച്ചു വന്ന AD തോമസ് ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ MLA. വിജയിച്ച വനിതകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ പിള്ളേരെ 11 വനിതാ MLA മാരുണ്ട്. വനിതാ MLA 11 പേർ. വനിതാ മന്ത്രിമാർ നമുക്ക് നിലവിൽ 2 പേരാണ്. വനിതാ മന്ത്രിമാർ 11 MLA വനിതകളുണ്ട്. 2 വനിതാ മന്ത്രിമാർ കൂടി നമുക്ക് ഇപ്രാവശ്യത്തെ കേരള നിയമസഭയിലുണ്ട് എന്നുള്ളതും അല്ലെ. ഒന്ന് ബിന്ദു കൃഷ്ണ, മറ്റൊന്ന് പി തുളസിയാണ് അല്ലെ. തുളസിയും ബിന്ദു കൃഷ്ണയുമാണ് നമുക്ക് ഇപ്രാവശ്യത്തെ വനിതാ മന്ത്രിമാർ അല്ലെ. ഇപ്രാവശ്യം ചരിത്രപരമായിട്ടുള്ള ഒരു നേട്ടമാണ് അല്ലെ. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ MLA, മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ MLA ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഫാത്തിമ തഹ്ലിയ
അല്ലെ? ഫാത്തിമ തഹ്ലിയ ഏത് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ പേരാമ്പ്രയാണ്. ഫാത്തിമ തഹ്ലിയ ഏതാണ് നിയോജക മണ്ഡലം എന്ന് ചോദിക്കുകയാണെങ്കിൽ പേരാമ്പ്രയാണ്. പേരാമ്പ്ര ഏത് ജില്ല? കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോടിലെ പേരാമ്പ്രയിൽ നിന്നും വിജയിച്ച വ്യക്തിയാണ് ഫാത്തിമ തഹ്ലിയ. പ്രധാനപ്പെട്ട ഒരു ചോദ്യം, മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ വനിതാ MLA ആരെന്ന് ചോദിച്ചാൽ അത് ഫാത്തിമ തഹ്ലിയാണ്, മറന്നു പോകരുത്. ക്ലിയർ ക്ലിയർ ക്ലിയർ. അടുത്ത ചോദ്യത്തിലൂടെ നമ്മൾ പ്രവേശിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തുള്ള വ്യക്തിയാണ് എന്നുള്ളതാണ്, അല്ലെ? രാഷ്ട്രപതി മുന്നേ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ രാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. രാഷ്ട്രപതി ഏത് സംസ്ഥാനത്തിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ലെ ഒഡീസയാണ്, അല്ലെ? ഒറീസ എന്നാണ്. നമുക്ക് ഒരുപക്ഷെ ജാർഖണ്ഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നിരുന്നെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു കൺഫ്യൂസിൽ വരാം, അല്ലേ? നോക്കൂ, മണിപ്പൂർ, മേഘാലയ, മിസോറാം ഏതാണ് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ അത് ഒഡീഷയാണ്. ഇതും കിട്ടേണ്ട ചോദ്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, കിട്ടേണ്ട ചോദ്യമാണ്. നിലവിൽ ഇന്ത്യയുടെ അല്ലെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്ന് നമുക്കറിയാം, അല്ലെ? ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലാണ് ആര് ജനിക്കുന്നു? ദ്രൗപദി മുർമു ജനിക്കുന്നു എന്നുള്ളതാണ്. 2015 മുതൽ 21 വരെ ജാർഖണ്ഡ് ഗവർണറായി പ്രവർത്തിച്ച വ്യക്തിയും കൂടിയാണ്. ഇവിടുത്തെ ഗവർണർ ആയിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ജാർഖണ്ഡ് ഗവർണറായിട്ട് പ്രവർത്തിച്ച വ്യക്തിയും കൂടിയാണ് ദ്രൗപദി മുർമു, അല്ലെ? ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയും കൂടിയാണ് ദ്രൗപദി മുർമു, അല്ലെ? അതിനേക്കാൾ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് 2ാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. എന്നാൽ ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നും ഇന്ത്യയുടെ പരമോന്നത ഭരണഘടനാ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ്, അല്ലെ? ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നും ഇന്ത്യയുടെ പരമോന്നത പദവിയിലെത്തുന്ന, അല്ലെ? രാഷ്ട്രപതി പദവിയാണ്, പരമോന്നത പദവിയിലെത്തുന്ന ആദ്യ വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെയാണ്? അത് ദ്രൗപദി മുർമു ആണ്, അല്ലെ? എന്നാൽ രാഷ്ട്രപതിയാകുന്ന എത്രാമത്തെ വനിത? 2ാമത്തെ വനിത. രാഷ്ട്രപതിയാവുന്ന എത്രാമത്തെ വനിത എന്ന് ചോദിക്കുകയാണെങ്കിൽ 2ാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോളുക. രാഷ്ട്രപതിയാവുന്ന ആദ്യ വനിത പ്രതിഭ പാട്ടീലാണ്. 2ാമത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ദ്രൗപദി മുർമു ആണ്, അല്ലെ? 1-2 കാര്യം കൂടി നമുക്ക് നോക്കണ്ടേ. നിലവിൽ ആരാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി, അല്ലെ? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് CP രാധാകൃഷ്ണനാണ്. ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി ചോദിക്കുകയാണെങ്കിൽ CP രാധാകൃഷ്ണനാണ്. അദ്ദേഹം ഏത് സംസ്ഥാനം എന്ന് ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. തമിഴ്നാടാണ് അദ്ദേഹത്തിന്റെ സംസ്ഥാനം, അല്ലെ? കോയമ്പത്തൂരിൽ നിന്നും 2 വട്ടം ലോകസഭ MP ഒക്കെ ആയിരുന്നു, അല്ലെ? പക്ഷെ നമുക്കിവിടെ വേണ്ടത് ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു, അദ്ദേഹം ചുമതലയേറ്റിരുന്നു, അല്ലെ? ജാർഖണ്ഡ് ഗവർണറായിട്ട് അദ്ദേഹം ചുമതലയേറ്റിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ശരിയാണ്. കാരണം ദ്രൗപദി മുർമു അവിടെ ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു എന്നുള്ളതാണ്. രണ്ടും മാറിപ്പോരുത്. 2 പേര്, ഇന്ത്യയുടെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയും ജാർഖണ്ഡ് ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിട്ട് വരുമ്പോൾ അദ്ദേഹം ഏത് സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്നു? മഹാരാഷ്ട്രയുടെ ഗവർണർ ആയിരുന്നു CP രാധാകൃഷ്ണൻ, കേട്ടോ. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? CP രാധാകൃഷ്ണനാണ്, മാറിപ്പോകരുതേ. പിന്നെ 1-2 കാര്യം നോക്കാം. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റിസ് സൂര്യകാന്ത് ആണേ. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ സൂര്യകാന്ത് ആണ്. നമുക്കറിയാം കേരള ഹൈക്കോടതി നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സൗമ്യൻ സെൻ ആണ്, അല്ലെ? കേരള ഹൈക്കോടതി നിലവിലാരാ? സൗമ്യൻ സെൻ, കേട്ടോ. നോക്കി വെച്ചോളുക. അടുത്ത് വരുന്ന എക്സാമിന് ഇതായിരിക്കും ഒരുപക്ഷെ എന്ത് ചെയ്യുക ചോദിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ കേരള ഹൈക്കോടതിക്ക് ചോദിക്കുകയാണെങ്കിൽ സൗമ്യൻ സെൻ ആണ്. ഇവിടെ 2 കാര്യങ്ങൾ ഞാനൊന്ന് രേഖപ്പെടുത്തുന്നത്, ഒന്ന് നോക്കി വെച്ചോളുക. എല്ലാ കോടതികളും പൂർണ്ണമായിട്ടും കടലാസ് രഹിതമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലാ കോടതി അത് കേരളത്തിലെ കൽപ്പറ്റ കോടതിയാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുന്നു. എല്ലാ കോടതികളും പൂർണ്ണമായിട്ടും കടലാസ് രഹിതമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലാ കോടതി ചോദിക്കുകയാണെങ്കിൽ അത് കൽപ്പറ്റ കോടതിയാണ്. വയനാട് ജില്ലയിലെ, അല്ലെ? പേന മാറ്റുന്നു. വയനാട് ജില്ലയിലെ കൽപ്പറ്റ കോടതിയാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായിട്ടും കടലാസ് രഹിത നീതിന്യായ സംസ്ഥാനം അത് ചോദിക്കുകയാണെങ്കിൽ അത് സിക്കിമാണ്. കടലാസ് രഹിത നീതിന്യായ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ സിക്കിമാണ്. 2ഉം മാറിപ്പോകരുത്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായിട്ടും പേപ്പർ രഹിത നീതിന്യായ സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സിക്കിമാണ്. എന്നാൽ രാജ്യത്തെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലാ കോടതി എവിടെയെന്ന് ചോദിച്ചാൽ അത് കൽപ്പറ്റയാണ്. കൂടുതൽ ചോദിക്കാൻ ചാൻസ് കൂടുതൽ രാജ്യത്തെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലാ കോടതി തന്നെയായിരിക്കണം എന്നുള്ളതാണ്.
ഒരു 2 കാര്യം കൂടി. സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല. സൗരോർജം വഴി അല്ലെ ഇന്ത്യയിലെ മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് നമ്മുടെ ദാമൻ ദിയുലെ ദിയു ആണ്. അതൊന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ഗ്രാമം ചോദിക്കണമെങ്കിൽ അത് മോദേര. ഇന്ത്യയിലെ ആദ്യ സൗരോർജ ഗ്രാമം ചോദിക്കണമെങ്കിൽ ഏതാണ്? മോദേരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് മോദേരയാണ്. ജസ്റ്റ് നോക്കി വെച്ചോളുക. അതെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഓടക്കുഴൽ നമുക്ക് കിട്ടണം. നമ്മൾ പഠിച്ചതാണ് ഓടക്കുഴൽ അല്ലേ. സമ്മാനത്തുക 30,000 രൂപയാണ്. സമ്മാനത്തുക 30,000 രൂപ. 2025 ഓടക്കുഴൽ പുരസ്കാരം EP രാജഗോപാൽ അല്ലേ. ഓടക്കുഴൽ ഇരിക്കുന്നത് കൃഷ്ണന്റെ കയ്യിലാണ്. കൃഷ്ണൻ ഗോപപാലനാണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു അല്ലെ. അദ്ദേഹത്തിന്റെ സാഹിത്യ നിരൂപണമായിരിക്കുന്ന ഉൾക്കഥ എന്ന് പറയുന്ന കൃതിക്കാണ് കൊടുത്തു എന്ന് നമ്മൾ പഠിച്ചു. 2025 ഓടക്കുഴൽ പുരസ്കാരം കിട്ടണം EP രാജഗോപാലൻ. നമുക്ക് 1-2 പുരസ്കാരങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ദേ നോക്കിക്കോ. അതിലൊന്ന് 25 ഓടക്കുഴൽ അവാർഡ് EP രാജഗോപാലൻ. സാഹിത്യ നിരൂപണ കൃതിയായിരിക്കുന്ന ഉൾക്കഥ എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചു. 24 ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ K അരവിന്ദാക്ഷനാണ് 24 ലഭിച്ചത്. ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗോപ എന്ന് പറയുന്ന കൃതിയാണ്. ഗോപ എന്ന് പറയുന്ന കൃതിക്കാണ് 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചു അരവിന്ദാക്ഷൻ. ഏതാണ് കൃതി? ഗോപ. ഏത് വിഭാഗത്തിൽ വരുന്നു? നോവൽ വിഭാഗത്തിൽ വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഏതാ അല്ലെ 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപ്പിള്ള. ഒക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ആര് കൊണ്ടുപോയി? KG ശങ്കരപ്പിള്ള അല്ലെ. ശങ്കരപ്പിള്ള. അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ നമ്മൾ പഠിച്ചു. ബംഗാൾ അയോധ്യാനന്ദൻ, ഊർമിള, രമണൻ അല്ലെ. അദ്ദേഹത്തിന്റെ കൃതികളിൽ ഉൾപ്പെടാത്ത കൃതിയൊക്കെയാണ് നമ്മൾ നോക്കി വെച്ചുകൊണ്ടിരുന്നിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കൃതിയുണ്ട്. ആധുനിക മലയാള കവിതയിലെ നാഴികക്കല്ല് എന്ന് വിശേഷിക്കപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ കവിതയാണ് പേന മാറ്റുന്നു ബംഗാൾ. ആരെഴുതി? KG ശങ്കരപ്പിള്ള. ബംഗാൾ എന്ന് പറയുന്നത് അതൊരു കവിതയാണ്. ക്ലിയർ. പിന്നെ നമുക്ക് നോക്കേണ്ടത് 24 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. കൂടുതലും ചോദിക്കുക 2025 തന്നെയായിരിക്കും. 24 പുരസ്കാരം ആർക്ക് ലഭിച്ചിരിക്കുന്നു? NS മാധവനാണ്. 24 പുരസ്കാരം ആർക്ക് ലഭിച്ചിരിക്കുന്നു? NS മാധവൻ. ദാ പോകുന്നു പിള്ളേരെ. 2025 49ാമത് വയലാർ പുരസ്കാര ജേതാവ് E സന്തോഷ് കുമാർ. 49ാമത് വയലാർ പുരസ്കാര ജേതാവ് ചോദിക്കുകയാണെങ്കിൽ 49ാമത് വയലാർ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ ഈ സന്തോഷ് കുമാറാണ്. ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് തപോമയുടെ അച്ഛനാണ്. അത് ഏത് വിഭാഗത്തിൽ വരുന്നു? യെസ്, നോവൽ വിഭാഗത്തിൽ. തപോമയുടെ അച്ഛൻ ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് ചോദിച്ചാൽ അത് നോവൽ വിഭാഗത്തിലാണ്. ഇനി 48ാമത് വയലാർ പുരസ്കാരം അശോകൻ ചരുവിൽ. 48ാമത് വയലാർ പുരസ്കാരം ആര് കൊണ്ടുവരിക്കുന്നു? അശോകൻ ചരുവിൽ. ഏതാണ് കൃതി? കാട്ടൂർ കടവ്. കാട്ടൂർ കടവും ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് നമ്മൾ പഠിച്ചു. നോവൽ വിഭാഗത്തിൽ വരുന്നു കാട്ടൂർ കടവ്. നോവൽ വിഭാഗത്തിലാണ് കാട്ടൂർ കടവ് വരുന്നു അല്ലെ. ഇതാ നമുക്ക് നോക്കാം. 26 ഹരിവരാസന പുരസ്കാരം അല്ലെ. 1,00,000 രൂപയാണ് ഹരിവരാസന പുരസ്കാരം. സമ്മാനതുക 1,00,000 രൂപയാണ്. നോക്കി വെച്ചോളുക. തിരുവിഴ ജയശങ്കർ അല്ലെ. അദ്ദേഹം തിരുവിഴ ജയശങ്കർ ഏത് കലാമേഖലയിൽ പ്രശസ്തനാണെന്ന് ചോദിച്ചാൽ അത് നാഗസ്വര വിദ്വാനാണ്. തിരുവിഴ ജയശങ്കർ ഏത് മേഖലയിൽ പ്രശസ്തൻ എന്ന് ചോദിച്ചാൽ ഏതാണ്? നാഗസ്വര വിദ്വാൻ കൂടിയാണ് തിരുവിഴ ജയശങ്കർ. നോക്കി വെച്ചോളുക. 26 ഹരിവരാസന പുരസ്കാരം ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. പിന്നെ ഏതാ? 2026 പ്രഥമ മലയാറ്റൂർ ഫൗണ്ടേഷൻ സമഗ്ര സംഭാവന പുരസ്കാരം. 2026 പ്രഥമ മലയാറ്റൂർ ഫൗണ്ടേഷൻ സമഗ്ര സംഭാവന പുരസ്കാരം അരുന്ധതി റോയ് കൊണ്ടുപോയിരിക്കുകയാണ്. ആരെന്ന് ചോദിച്ചാൽ അരുന്ധതി റോയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ദാന്ന് പോകുന്നു. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് 2025 സാഹിത്യ അവാർഡ് നേടിയിരിക്കുന്നത് അംബികാസുധൻ മങ്ങാടാണ്. ഏതാണ് കൃതി? അല്ലോഹലൻ. ഒരുപക്ഷെ അല്ലോഹലൻ എന്ന കൃതി ആര് രചിച്ചു എന്ന് നമ്മളോട് ചോദിക്കാം. അല്ലോഹലൻ എന്ന് പറയുന്ന കൃതി ആര് രചിച്ചു എന്ന് ചോദിക്കാം. അംബികാസുധൻ മങ്ങാട്. അതൊന്ന് നോക്കി വെച്ചോളുക. പിന്നെ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ 18ാമത് മലയാറ്റൂർ അവാർഡ് നേടിയത് E സന്തോഷ് കുമാറാണ്. ഏതാണ് കൃതി? തപോമയുടെ അച്ഛൻ.
യുവ പുരസ്കാരം നേടിയിരിക്കുന്നത് സലിൻ മാങ്കുഴി. ഏതാണ് കൃതി? ആനന്ദലീല. കൃതി തന്നിട്ടായിരിക്കും നമ്മളോട് ചോദിക്കുക. കൃതി തരാം എന്നുള്ളതാണ്. ദാ പോകുന്നു 2026 പത്മപ്രഭ പുരസ്കാരം. 2026 പത്മപ്രഭ പുരസ്കാരം ആർ രാജശ്രീ പത്മപ്രഭ പുരസ്കാരം ആര് കൊണ്ടുപോയിരിക്കുന്നു? ആർ രാജശ്രീയാണ് പത്മപ്രഭ പുരസ്കാരം. 75,000 രൂപയാണ് സമ്മാനത്തുക. 26 പുരസ്കാരമാണ്. പക്ഷെ 25 ചോദിച്ചാൽ നമ്മൾ എഴുതണം ആലങ്കോട് ലീലാകൃഷ്ണനാണ്. 2025 പത്മപ്രഭ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണനാണ്. 2025 പത്മപ്രഭ പുരസ്കാരം. അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. അല്ലെ, ഇതാ കൃഷ്ണനെ കൊണ്ട് അല്ലെ ലീലാകൃഷ്ണൻ, അല്ലെ ലീലാകൃഷ്ണന്റെ പുറകിൽ ഒരു പ്രഭ പോലെ വരുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ പത്മപ്രഭ ഒന്ന് നോക്കി വെച്ചോളുക. അത് 25 ദേ 2 ചോദിക്കണം എന്നുള്ളതാണ്. അല്ലെ, 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മേഥിൽ രാധാകൃഷ്ണനും 2025 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ആര് കൊണ്ടുപോയി? അരുന്ധതി റോയ്. മാറരുത്. 2025 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ആര് കൊണ്ടുപോയി? അരുന്ധതി റോയ് ആണ് കൊണ്ടുപോയി. ഏതാണ് കൃതി? മദർ മേരി കംസ് ടു മീ. അല്ലേ, മദർ മേരി കംസ് ടു മീ ആരുടെ കൃതിയാണ്? അരുന്ധതി റോയുടെ കൃതിയാണ്. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ മദർ മേരി കംസ് ടു മീ ആരുടെ കൃതി എന്ന് ചോദിച്ചാൽ ആരുടെ കൃതിയാണ്? അരുന്ധതി റോയ്. ഈ രണ്ടും നോക്കി വെച്ചോളുക. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചോദിച്ചാൽ നിങ്ങൾ എഴുതും. ഇപ്പൊ ഇങ്ങനെ ടെൻഷനൊക്കെ വരും, പക്ഷെ എക്സാം ഹാളിൽ നിങ്ങൾ അത് പട്ടേനെ എഴുതും എന്നുള്ളതാണ്. ദാ നോക്കിക്കോ, 2 കാര്യം കൂടി. 25 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. 2025 ജ്ഞാനപീഠ പുരസ്കാരം ആർ വൈരമുത്തു. അല്ലെ, തമിഴ് സാഹിത്യകാരനാണ് ആർ വൈരമുത്തു. തമിഴിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 3ാമത്തെ വ്യക്തിയാണ് ആർ വൈരമുത്തു. ജ്ഞാനപീഠ പുരസ്കാരം നോക്കി വെച്ചോളുക. അതോടൊപ്പം സരസ്വതി സമ്മാൻ 2025 35ാമത് സരസ്വതി സമ്മാൻ ജേതാവ് രാംകുമാർ മുഖോപാധ്യായ. ബംഗാളി സാഹിത്യകാരനാണ് രാംകുമാർ മുഖോപാധ്യായ. ഹരപാർവതി കഥ എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് സരസ്വതി സമ്മാൻ ലഭിച്ചത്. ഹരപാർവതി കഥ എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് സരസ്വതി സമ്മാൻ. വിട്ടുപോവരുത്, നോക്കി വെച്ചോളുക. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഏക സാധനം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. അല്ലെ, 2025 മലയാളം ഭാഷാ സാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ആർക്ക് ലഭിച്ചിരിക്കുന്നു? EN പ്രഭാകരൻ. അദ്ദേഹത്തിന്റെ ഏത് കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മായാമനുഷ്യർ. ഏതാണ് കൃതി? മായാമനുഷ്യർ എന്ന് പറയുന്ന കൃതിക്ക് N പ്രഭാകരന് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. നോക്കി വെച്ചോളുക. ഇത്രയും സാഹിത്യത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ എഴുതണം എന്നുള്ളതാണ്. അങ്ങനെ അടുത്ത ചോദ്യം ഇതാ, കിട്ടേണ്ട ഒരു ചോദ്യങ്ങളിൽ ഒന്നാണേ. അസമിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. അല്ലെ, ഓപ്ഷൻ എയിൽ കേരളം തന്നിരിക്കുന്നു, ഓപ്ഷൻ ബിയിൽ സർവീസ്. ആര് കൊണ്ടുപോയി? സർവീസ്. ആരെ പരാജയപ്പെടുത്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ സർവീസ്. നോക്കടാ, കേരളത്തെ പരാജയപ്പെടുത്തി 79ാമത് സന്തോഷ് ട്രോഫി കിരീടം കൊണ്ടുപോയി. 79ാമത് സന്തോഷ് ട്രോഫി കിരീടം. അല്ലേ, സന്തോഷ് ട്രോഫി ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ചോദിക്കാം. ഫുട്ബോൾ. കേട്ടോ, നിലവിൽ കേരള ഫുട്ബോൾ ക്യാപ്റ്റൻ സഞ്ജു ആണ്. സഞ്ജു. നമുക്ക് വേറെ ഒരു സഞ്ജു ഉണ്ട്, സഞ്ജു സാംസൺ. അത് ക്രിക്കറ്റിലാണ്. നമുക്ക് അങ്ങനെയെങ്കിലും ഓർത്തിരിക്കാം. ഇവിടെ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ അത് സഞ്ജു ആണ്. അതും ഓർത്ത് വെച്ചോളൂ കേട്ടോ. 1-2 കായിക ഇനങ്ങൾ വിജയികളെ നമുക്ക് നോക്കിയിട്ട് പോയാലോ? യെസ്, കമാൺ. ഇവിടെ നാം നോക്കിക്കോ. 72ാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റ്. 72ാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റ്. വനിതാ വിഭാഗം കേരളം. വനിതാ വിഭാഗം കേരളം. പുരുഷ വിഭാഗം റെയിൽവേ. വനിതാ വിഭാഗം കേരളം, പുരുഷ വിഭാഗം റെയിൽവേ ആണ്. വേദി ചോദിക്കുകയാണെങ്കിൽ വാരണാസിയാണ്. 72ാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റ് വിജയി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വനിതാ വിഭാഗത്തിൽ കേരളം, പുരുഷ വിഭാഗത്തിൽ റെയിൽവേ. അല്ലെ, ഫൈനലിൽ റെയിൽവേയും കേരളവുമായിരുന്നു ഏറ്റുമുട്ടിയത്. ഇവിടെ റെയിൽവേയും കേരളമായിരുന്നു. വനിതയിൽ ആര് വിജയിച്ചു? കേരളം വിജയിച്ചു. പുരുഷന്മാരിൽ ആര് വിജയിച്ചു? കേരളം തോറ്റു, റെയിൽവേ ജയിച്ചു എന്നുള്ളതാണ്. യെസ്, 2 ഭാഗ്യചിഹ്നങ്ങളാണ്.
അല്ലെ, നന്ദു എന്നും നീര എന്നും പറയുന്ന 2 ഭാഗ്യചിഹ്നങ്ങളാണ്. യെസ്. 2026 T20 വിജയ് അല്ലെ, 2026 T20 വിജയ് ചോദിക്കുകയാണെങ്കിൽ ആര് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. 2026 T20 വിജയ് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയാണ്. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിരുന്നു കളി നടന്നത് എന്ന് നമുക്കറിയാം. ഫൈനലിൽ നമ്മൾ ആരെ പരാജയപ്പെടുത്തി? ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി. T20 വിജയ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. 2026 T20 വിജയ് ഇന്ത്യ പഠിച്ചു വെച്ചോളുക എങ്കിൽ നോക്കിയോ, 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പും അതും ആര് വിജയിച്ചറ? ഇന്ത്യ വിജയിച്ചു അല്ലെ. ഇന്ത്യ ശ്രീലങ്ക തന്നെയായിരുന്നു വനിതാ ക്രിക്കറ്റ് ലോകകപ്പ്. യെസ്, അവിടെ ആര് വിജയിച്ചു? ഇന്ത്യ വിജയിച്ചു. ഫൈനൽ ആരെ പരാജയപ്പെടുത്തി? ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. ഫൈനലിൽ നമ്മൾ കപ്പ് ഉയർത്തി എന്നുള്ളതായിരുന്നു അല്ലേ. നോക്കൂ, ഇവിടെയൊന്നും നമുക്ക് അവധി കിട്ടിയില്ല എന്നുള്ളതായിരുന്നു വലിയൊരു സത്യമല്ലേ. T20 ഇന്ത്യ വിജയിച്ചു, വനിതാ ക്രിക്കറ്റ് ഇന്ത്യ വിജയിച്ചു അല്ലെ. അർജന്റീനയും സ്പെയിനും നടന്നപ്പോൾ നമുക്ക് അവധി കിട്ടി എന്നുള്ളതാണ് വലിയൊരു സത്യം. കഴിഞ്ഞില്ല. 2026 IPL കിരീട ജേതാക്കൾ ചോദിക്കുകയാണെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. IPL ആര് സ്വന്തമാക്കി? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സ്വന്തമാക്കി. ഇപ്രാവശ്യത്തെ IPL-ഉം കഴിഞ്ഞ പ്രാവശ്യത്തെ IPL-ഉം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. ഇപ്രാവശ്യം ഫൈനൽ ആരെ പരാജയപ്പെടുത്തി? ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി. IPL-ൽ നോക്കി വെച്ചോളുക സ്പോർട്സിൽ. Under-19 അല്ലെ, ഇവിടെയും നമ്മൾ വിജയിച്ചു പിള്ളേരെ. Under-19 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2 രാജ്യങ്ങളിൽ നടന്നു. സിംബാബ്വെ, നമീബിയ. ആര് വിജയിച്ചു? ഇന്ത്യ വിജയിച്ചു. ആരെ പരാജയപ്പെടുത്തി? ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. ഇന്ത്യ വിജയിച്ചു എന്നുള്ളതാണ്. സോ Under-19 മെൻസ് ക്രിക്കറ്റ് അവിടെയും ഇന്ത്യ വിജയിച്ചു. വനിതാ വേൾഡ് കപ്പ് ഇന്ത്യ, T20 ലോകകപ്പ് ഇന്ത്യ. ഭാഗ്യം എല്ലായിടത്തും ഇന്ത്യ തന്നെ. ഒന്ന് നോക്കി വെച്ചോളുക. ഇന്ത്യ 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 ഇന്ത്യ. അതേ ഒരു ചോദ്യം. ഇതൊരു പക്ഷേ 2026 ജൂണിൽ അല്ലെ പുറത്തിറങ്ങിയ ഒരു പരിപാടിയായിരുന്നു. പക്ഷെ നമുക്കിത് സ്കിപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അറിഞ്ഞുകൂടെങ്കിലും സ്കിപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളതായിരുന്നു അല്ലെ. ഇതിൽ എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ ആദ്യമായി പുറത്തിറക്കിയത് ഏത് കമ്പനി എന്നുള്ളതായിരുന്നു ചോദ്യം. എഥനോൾ ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് കാർ പുറത്തിറക്കിയ കമ്പനി ചോദിക്കുകയാണെങ്കിൽ അത് മാരുതി സുസുക്കിയാണ് അല്ലെ. മാരുതി സുസുക്കിയാണ്. അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്തു എന്നുള്ളതായിരുന്നു. സോ അത് ജൂണിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആയിരുന്നു. അറിഞ്ഞുകൂടെങ്കിൽ സ്കിപ്പ് ചെയ്യേണ്ട കറണ്ട് അഫെയർ ഭാഗങ്ങളിലൊന്ന് ഇതായിരുന്നു എന്നുള്ളതാണ്. നോക്കിക്കോ 1-2 കാര്യങ്ങൾ. നോക്കിയോ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഇന്ത്യയിലെ ആദ്യത്തെ 24/7 24 സമയവും LPG ATM ആരംഭിച്ച നഗരം ഏത് എന്നുള്ളതാണ്. LPG ATM ആരംഭിച്ച നഗരം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുരുഗ്രാം ആണ്. ഗുരുഗ്രാം, ഹരിയാനയിലെ ഗുരുഗ്രാമിൽ അങ്ങനെ ഒരു പരിപാടിയും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അത് ഹരിയാനയിലെ ഗുരുഗ്രാം. ഒന്ന് നോക്കി വെച്ചോളുക. ഇനി മറ്റൊരു കാര്യം, രാജ്യത്തെ ആദ്യ വാണിജ്യ വിമാന സർവീസ് ബന്ധിപ്പിക്കുന്നത് എവിടെ നിന്നാണ്? സോ എഥനോൾ അങ്ങനെ കാർ പുറത്തിറക്കുന്നു. അതുമായി റിലേറ്റ് ചെയ്തുള്ള ഒരു 1-2 കാര്യങ്ങൾ അല്ലെ നമുക്കിതാ ഇങ്ങനെ റിലേറ്റഡ് ട്രാൻസ്പോർട്ടേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. രാജ്യത്തെ ആദ്യ വാണിജ്യ ജലവിമാന സർവീസ് ബന്ധിപ്പിക്കുന്നത് കൊച്ചി ലക്ഷദ്വീപിനെയാണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കേരളത്തിലെ അല്ല, രാജ്യത്തെ ആദ്യ വാണിജ്യ ജലവിമാന സർവീസ് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്നത് അത് ഏതൊക്കെ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? കൊച്ചിയെയും ലക്ഷദ്വീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സോ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് നോക്കി വെച്ചോളണേ. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കിട്ടേണ്ട ചോദ്യങ്ങളാണ് അല്ലേ. ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ കിട്ടണം. ഇതൊക്കെ ആ ടീച്ചർ മാർക്ക് കൊടുത്ത അല്ലെങ്കിൽ അവിടെ മാർക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കടന്ന ചോദ്യങ്ങളാണ്. കേരളത്തിലെ നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ പഠിച്ചതാണ്. കോഡൊക്കെ വെച്ചല്ലേ. VD സതീശനാണോ, CP ജോണാണോ, മോൻസ് ജോസഫ് ആണോ, K മുരളീധരനാണോ, അല്ലെ VD സതീശൻ അല്ലെ നിയമം? ഇതൊക്കെ ആര് കൈകാര്യം ചെയ്യുന്നു? VD സതീശൻ. തുറമുഖം ആര് കൈകാര്യം ചെയ്യുന്നു? VD സതീശൻ. ധനകാര്യം VD സതീശൻ. പൊതുഭരണം VD സതീശൻ അല്ലെ. മുഖ്യമന്ത്രി ആരാ? VD സതീശൻ. CP ജോൺ അല്ലെ. ഗതാഗതം ആര് കൈകാര്യം ചെയ്യുന്നു? ഗതാഗതം അല്ലെ. ആര് കൈകാര്യം ചെയ്യുന്നു? ഗതാഗതം CP ജോൺ ആണ്. മുരളീധരൻ അല്ലെ. ദേവസ്വം അല്ലെ. ദേവസ്വം കൈകാര്യം ചെയ്യുന്നു. ആരോഗ്യം കൈകാര്യം ചെയ്യുന്നു മുരളീധരൻ അല്ലെ. കൈകാര്യം ചെയ്യുന്നതാണ്. മോൻസ് ജോസഫ് അല്ലെ. ജലസേചനം
ജലവിഭവം അല്ലേ, ഭവന നിർമ്മാണം. മോൻ ജോസഫാണ്, കിട്ടേണ്ടതാണ്. കേരളത്തിലെ 16ാം നിയമസഭയിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരെന്നാണ്? അല്ലെ ആഭ്യന്തരം അല്ലെ കെ മുരളീധരനാണ്. ഇപ്പൊ അവിടെ പറഞ്ഞതേ ഉള്ളൂ. അല്ല അല്ലേ രമേശ് ചെന്നിത്തല. പി കെ കുഞ്ഞാലിക്കുട്ടി അല്ലെ ആദ്യമായിട്ട് AI വകുപ്പ് കൊണ്ടുവരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രി. IT പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. വ്യവസായം അല്ലെ വാണിജ്യം അല്ലെ ഇതെല്ലാം പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. വ്യവസായം വാണിജ്യം എല്ലാം പി കെ കുഞ്ഞാലിക്കുട്ടി. സണ്ണി ജോസഫ് അമ്പടകൈമ സണ്ണിക്കുട്ട അല്ലെ. വൈദ്യുതി ആര് കൈകാര്യം ചെയ്യുന്നു? പാർലമെന്ററി വൈദ്യുതി സണ്ണി ജോസഫ് ആണ്. നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഈ ക്ലാസ്സിനകത്ത് ആദ്യ 5 ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൽ നിന്ന് 5 ചോദ്യങ്ങൾ കൊണ്ടുവരുമെന്ന് 10th പ്രിലിംസിനോട് പറഞ്ഞ സമയത്ത് ചേരുംപടി ചേർക്കുക ഉൾപ്പെടെ കൊണ്ടുതന്ന് നിങ്ങൾ എഴുതി അറ്റൻഡ് ചെയ്യണം. ഇതേപോലെ ഒരു ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇതേപോലെ ഓപ്ഷൻ വന്നിട്ടില്ല, ഇതേപോലെ ഒരു ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്താ നോക്കിക്കോ, മന്ത്രിമാരെ അവരുടെ വകുപ്പുകളും തന്നിരിക്കുന്നു. അവയിൽ തെറ്റായ ജോഡി ഏത് എന്നുള്ളതാണ്. മന്ത്രിമാരെ നോക്കുമ്പോൾ രമേശ് ചെന്നിത്തല ധനകാര്യം തന്നിരിക്കുന്നു. കൊള്ളാം. ധനകാര്യം VD സതീശനാണെന്ന് അറിയാം. അപ്പൊ ഇതൊന്ന് തെറ്റാണ് അല്ലേ. PC വിഷ്ണുനാഥ് ടൂറിസം അല്ലേ, ശരിയാണ്. കുഞ്ഞാലിക്കുട്ടി വ്യവസായം അപ്പുറത്ത് പറഞ്ഞു അല്ലേ. സണ്ണി ജോസഫ് വൈദ്യുതി അല്ലേ. കഴിഞ്ഞില്ലേ പിള്ളേരെ? ഒറ്റക്കാര്യം. ഇതെല്ലാം നമ്മൾ കോഡ് സഹിതം പോയതാണ്. ഇല്ലെന്ന് പറയരുത്. കോഡ് സഹിതം വകുപ്പായി അതിന്റെ അരമണിക്കൂറായപ്പോൾ നിങ്ങൾക്ക് കോഡ് സഹിതം കൊണ്ട് തന്നതാ. ജസ്റ്റ് ഒന്ന് മന്ത്രിമാരും വകുപ്പും കൂടി ഒന്ന് നോക്കിയിട്ട് പോകാം അല്ലെ. മുഖ്യമന്ത്രി VD സതീശനാണ്. പൊതുഭരണം, ആസൂത്രണം, ധനകാര്യം, തുറമുഖം നിയമം കൈകാര്യം ചെയ്യുന്നു അല്ലെ. ഇനി ഒന്ന് നോക്കേണ്ടത് ഒരുപക്ഷെ അത് ഏത് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്ന വ്യക്തിയാണ്? എറണാകുളം ജില്ലയിലെ പറവൂരാണ് അല്ലെ. എറണാകുളം ജില്ലയിലെ പറവൂരാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. രമേശ് ചെന്നിത്തല ആഭ്യന്തരമുണ്ട്, വിജിലൻസ് ഉണ്ട്, ജയിലുണ്ട്, കയറുണ്ട് അല്ലെ. ആഭ്യന്തര കാര്യത്തിൽ നമ്മൾ പഠിച്ചില്ലേ, തല ഇടുമ്പോൾ വിജിലന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ജയിലിൽ കയറേണ്ടി വരും എന്നാണ് നമ്മൾ പഠിച്ചത്. ഇതൊക്കെ ആര് കൈകാര്യം ചെയ്യുന്നു? രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്നു. ആലപ്പുഴ ജില്ലയിലെ ഹൈപ്പാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചെന്ന വ്യക്തിയും കൂടിയാണ് രമേശ് ചെന്നിത്തല. പിന്നെ നമ്മൾ നോക്കുന്നത് സണ്ണി ജോസഫ് അല്ലേ. വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി എല്ലാം സണ്ണി ജോസഫാണ്. കണ്ണൂർ ജില്ലയിലെ പേരാവൂരിൽ നിന്നും വിജയിച്ചു വന്ന വ്യക്തിയാണ് സണ്ണി ജോസഫ് അല്ലെ. വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് സണ്ണി ജോസഫ്. കെ മുരളീധരൻ ആരോഗ്യം, ദേവസ്വം അല്ലെ. ദേവസ്വം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു കോവിലാണ്. കോവിലിൽ പോയി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, പോയി എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. നല്ല ആരോഗ്യം കിട്ടണേ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും എന്നുള്ളതാണ് ആരോഗ്യം. തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിൽ നിന്ന് വിജയിച്ചെന്ന വ്യക്തിയാണ് കെ മുരളീധരൻ. PC വിഷ്ണുനാഥ് അല്ലെ. വിനോദസഞ്ചാരം, സാംസ്കാരികം, സിനിമ അല്ലെ. നാദം എന്ന് നാദം അല്ലെ, പാട്ട് എന്ന് നമ്മൾ എടുക്കണം അല്ലെ. വിനോദത്തിന് പോകുമ്പോൾ സിനിമയും പാട്ടും പാടുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ നിന്ന് വിജയിച്ചെന്ന വ്യക്തിയാണ് PC വിഷ്ണുനാഥ്. AP അനിൽകുമാർ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. AP അനിൽകുമാർ റവന്യൂ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നു അല്ലെ. മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്ന് വിജയിച്ചെന്ന വ്യക്തിയാണ് AP അനിൽകുമാർ. ഒന്ന് നോക്കി വെച്ചോളുക. കൃഷി ചോദിക്കാം. വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്നും വിജയിച്ചു വന്ന T സിദ്ദിഖ് കൈകാര്യം ചെയ്യുന്ന കൃഷിയാണ് ദിക്ക്. 4 ദിക്കിലും അല്ലെ. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് 4 ദിക്കിലും, കേരളത്തിന്റെ 4 ദിക്കിലും എന്തുണ്ട് പിള്ളേരെ? കൃഷിയുണ്ട് എന്ന് ഓർത്ത് വെച്ചോളുക. അല്ലെങ്കിൽ നമ്മൾ മറ്റേ സിനിമയാണ് നമ്മൾ പറഞ്ഞത്. ഏതാ സിനിമ? സന്ദേശം സിനിമയിലെ സിദ്ദിഖ് മണ്ണുദയ ഭാനു ഒരു കൃഷി ഓഫീസറായിട്ടാണ് വരുന്നത്. ചോദിക്കാം, അടുത്ത എക്സാമിന് ചോദിക്കാം. OJ ജനീഷിന്റെ പ്രത്യേകത എന്താ? ഈ കേരള മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA അത് AD തോമസ് ആണ്. മാറിപ്പോരുത്. ഇത് OJ ജനീഷ് യുവജനക്ഷേമം, കായികം, മ്യൂസിയം, രജിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നു അല്ലെ. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വിജയിച്ചെന്ന വ്യക്തിയാണ് PK കുഞ്ഞാലിക്കുട്ടി അല്ലെ. വ്യവസായം, IT, വാണിജ്യം, കൈത്തറി, PK കുഞ്ഞാലിക്കുട്ടി. ഈ കേരള നിയമസഭയിൽ ഏറ്റവും പ്രായം കൂടിയ മന്ത്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മന്ത്രി മലപ്പുറം ജില്ലയിൽ നിന്നാണ് കുഞ്ഞാലിക്കുട്ടി വരുന്നു. ഷംസുദ്ദീൻ
വിദ്യാഭ്യാസം അല്ലെ, ഷംസുദ്ദീൻ, ദിൻ അല്ലെ, ദിവസം അല്ലെ, ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, വിദ്യാഭ്യാസം ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിൽ നിന്ന് വിജയിച്ച വ്യക്തിയാണ് എൻ ഷംസുദ്ദീൻ. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിൽ നിന്ന് വിജയിച്ച വ്യക്തിയാണ് എം ഷംസുദ്ദീൻ. മോൻസ് ജോസഫ് അല്ലെ, മോനെ ജലത്തിൽ കളിക്കാതെ വീട്ടിൽ പോ എന്നുള്ളതായിരുന്നു നമ്മുടെ കോഡ് അല്ലെ. ക്ലാസ് ഫുള്ള് മന്ത്രിമാരും കോഡെല്ലാം അവിടെ കിടമുണ്ട് അല്ലെ. മോനെ ജലത്തിൽ കളിക്കാതെ അല്ലെ, വീട്ടിൽ പോ, വീട് ഭവനം. മോൻ ജോസഫ്, കടുത്തുരുത്തി. സി പി ജോൺ, ഗതാഗതം കൈകാര്യം ചെയ്യുന്ന വ്യക്തി സി പി ജോൺ ആണ്. ഗതാഗതം, ജലഗതാഗതം അല്ലെ, സി പി ജോൺ. ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് മോൻസ് ജോസഫ്. ഗതാഗതവും സി പി ജോൺ ആണ്. മാറിപ്പോരുത് എന്നുള്ളതാണ്. മാറിപ്പോകരുത്, ഒരു കാരണവശാലും മാറിപ്പോരുത്. ജലവിഭവവും ജലഗതാഗതവും നമ്മളെ കയ്യിൽ നിന്ന് പോകരുത്, ഒരു കാരണവശാലും പോകരുത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. യെസ്, ഫോർസ് ഏത് രാജ്യത്തെ മാധ്യമമാണ് അല്ലെ? സ്കിപ്പ് ചെയ്യും എന്നുള്ളതായിരിക്കും ചോദ്യങ്ങൾ വരികയാണെങ്കിൽ. സ്കിപ്പ് ചെയ്യും അല്ലെ. അല്ലെ, ഇറാന്റെ മാധ്യമം കൂടിയാണ് ഫാർസ് എന്ന് പറയുന്നത്. ഇറാന്റെ മാധ്യമമാണ് അല്ലെ. അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ യുദ്ധം നടക്കുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. നമ്മളൊരു സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഇത്രയും വലിയൊരു ചോദ്യങ്ങളെന്ന് നമ്മൾ 10th പ്രിലിംസിന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അല്ലെ. എന്തുകൊണ്ടായിരിക്കാം? ഇപ്പൊ ഇറാൻ അല്ലെ യുദ്ധം നടക്കുന്നു എന്നുള്ളതാണ്. സോ അതുമായി നമ്മളൊരു 4 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അതിൽ നിന്ന് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി കേട്ടോ. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അല്ലെ, ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിംഹഗർജനം അല്ലെങ്കിൽ ഗർജിക്കുന്ന സിംഹം. ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. നോക്കി വെച്ചോളേടാ ചോദിക്കേ. ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരെയുള്ള ഇറാന്റെ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 അല്ലേ. നോക്കി വെച്ചോളുക. ഗൾഫിനെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്നതും ഒമാൻ, ഇറാൻ എന്നീ രാജ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതുമായിട്ടുള്ള കടലിടുക്കാണ് ഹോർമുസ് കടലിടുക്ക് അല്ലെ. 2026 ഫെബ്രുവരി മാസം 28 ഹോർമുസ് കടലിടുക്ക് എന്ത് ചെയ്യാണ്? അടക്കിയാണ്. ജൂലൈ 12 വീണ്ടും അടച്ചു. ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചിരിക്കുകയാണ്. യുദ്ധം വീണ്ടും തുടങ്ങിയിരിക്കുന്നു അല്ലെ. ഇസ്രായേലിനെതിരെ ഇറാൻ 2026 ജൂണിൽ ആരംഭിച്ച സൈനിക ഓപ്പറേഷൻ നസർ. ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഒന്ന് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. ഓപ്പറേഷൻ നസർ എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരെ ഇറാൻ 2026 ജൂണിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നസർ. അതൊക്കെ ഒന്ന് നോക്കി വെച്ചോളണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കുന്നതിന് മുമ്പ് ഈ ഒരു ഓപ്പറേഷൻ നോക്കി വെച്ചോളൂ കേട്ടോ. വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടുന്നതിനായിട്ട് 2026 ജാനുവരിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ സൈനിക ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ഒരു സൈനിക നടപടിയാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. നോക്കി വെച്ചോളുക അല്ലെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം. എഴുതാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. നമ്മളതൊക്കെ പഠിച്ചതും കൂടിയാണ്. ഇത് തന്നെയാണ്, കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന കമ്മീഷൻ ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. നിലവിൽ ആരാണ് വയോജന കമ്മീഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ കെ സോമനാഥാണ് അല്ലെ. വയോജന കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ കെ സോമനാഥാണ് എന്നുള്ളതാണ് അല്ലെ. നമുക്ക് ഈ വയോജന കമ്മീഷനുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന വകുപ്പ് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ആരംഭിച്ചു. പിന്നെ വയോജന ക്ഷേമത്തിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന നയത്തിന് പ്രചോദനമായിരിക്കുന്ന ജാപ്പനീസ് ആശയമാണ് ഇക്കിഗായ്. അല്ലെ. രാജ്യത്ത് ആദ്യമായിട്ട് പൊതു ബഡ്ജറ്റിന്റെ കൂടെ വയോജന ബഡ്ജറ്റ് പുറത്തിറക്കിയ സംസ്ഥാനം ഏത് തന്നെയാണ്? കേരളമാണ്. അതും കൂടി ഒന്ന് നോക്കി വെച്ചോളണം. രാജ്യത്ത് ആദ്യമായിട്ട് പൊതു ബഡ്ജറ്റിന്റെ കൂടെ വയോജന ബഡ്ജറ്റും പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ് അല്ലെ. സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കെ സോമനാഥ് ആണ് പ്രഥമ അധ്യക്ഷൻ. കെ സോമനാഥ് അല്ലെ. ആക്ച്വലി ഇത് കറണ്ട് അഫെയർ ആണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ 7ാം ക്ലാസ്സിലെ സ്കൂൾ പാഠപുസ്തകത്തിനകത്ത് ഇതുമായി റിലേറ്റ് ചെയ്ത് കാര്യങ്ങൾ നൽകിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം അല്ലെ. സോഷ്യലിലെ സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകത്തിനകത്ത് ഇതുമായി റിലേറ്റ് ചെയ്ത് കാര്യങ്ങൾ തന്നിരിക്കുന്നു അല്ലെ. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നഞ്ചി അമ്മയാണ് അല്ലെ. സ്കൂൾ പാഠപുസ്തകത്തിനകത്ത് നൽകിയിരിക്കുന്നു. 7ാം ക്ലാസ്സിന്റെ സാമൂഹ്യ ശാസ്ത്രം സ്കൂൾ പാഠപുസ്തകത്തിനകത്ത് നൽകിയിരിക്കുന്നു ഇങ്ങനെ ഒരു സാധനം അല്ലെ. നോക്കൂ, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നും നഞ്ചിയമ്മയ്ക്കായിരുന്നു 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. പക്ഷെ അതിനേക്കാൾ ഒരു പ്രത്യേകതയുണ്ട് കണ്ടോ.
ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ. അല്ലെ? അയ്യപ്പനും കോശിയും സിനിമ കണ്ടിട്ടുണ്ടായിരിക്കല്ലേ? അതിനകത്ത് കളക്കാത്ത പുതിർക്കെ എന്ന ഗാനം ആരാലപിച്ചു? നഞ്ചിയമ്മ ആലപിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ. അല്ലെ? പുരസ്കാരങ്ങളിൽ നമ്മളോട് ചോദിക്കില്ല, പക്ഷേ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം എല്ലാം പ്രഖ്യാപിച്ചു. അല്ലെ? അതും ഒരു മലയാളി ഗായികയുണ്ട്, നമ്മുടെ സ്വന്തം വക്കം വിജയലക്ഷ്മി. അല്ലെ? വക്കം വിജയലക്ഷ്മി ARM എന്ന് പറയുന്ന ചലച്ചിത്രത്തിലെ ഗാനത്തിന് വക്കം വിജയലക്ഷ്മി, അല്ലെ, 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗായിക. ഗായകൻ അഭയ് ജോധ്പൂർ ആണ്, അല്ലെ, ഒരു ബംഗാളി ഗായകൻ കൂടിയാണ് അദ്ദേഹം. അല്ലെ, കർ ഗണപതി എന്ന് പറയുന്ന സിനിമയുടെ എന്താ പറയുന്ന ഒരു പാട്ടാണ് അദ്ദേഹം, അല്ലെ, നവചാസി ഗൗരി മാസി എന്ന് തുടങ്ങുന്ന ഗാനമാണ് അദ്ദേഹം ആലപിച്ചു എന്നുള്ളതാണ്. അല്ലെ? ഇതല്ല, നമ്മൾ നോക്കിയിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടനായിരിക്കുന്ന ഒരു മലയാളിയുണ്ട്, വിജയരാഘവനാണ്. ഏതാണ് ചിത്രമെന്ന് ചോദിക്കുകയാണെങ്കിൽ പൂക്കാലം എന്ന് പറയുന്ന ഒരു ചിത്രവും, അതേപോലെ സഹനടനിൽ ഒരു വ്യക്തി മുത്തുപ്പേട്ടെ സോമു ഭാസ്കർ, ചിത്രം ഏതാണ്? പാർക്കിംഗ് ആണ്. അല്ലെ? വേറൊരു ക്വസ്റ്റ്യൻ എവിടെയാണ് ചെയ്തപ്പോൾ ഇതെങ്ങനെയോ കയറി ഇതിന്റെ അകത്തുകൂടി വന്നതാണ് പിള്ളേരെ. നോ ടെൻഷൻ, ആ ക്വസ്റ്റ്യൻ അപ്പുറത്തുണ്ടായിരിക്കുന്നതാണേ. സഹനടി ചോദിക്കുകയാണെങ്കിൽ ഉർവശിയാണ്. ഉർവശി ഉള്ളൊഴുക്ക്, അതൊന്ന് നോക്കി വെച്ചോളുക. ഉർവശിയുടെ ഉള്ളൊഴുക്ക് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഈ പടം നോക്കിയവർ മേളിലുള്ള ഉർവശിയുടെ പടം നോക്കേണ്ടതാണ്. ഉർവശി ഉള്ളൊഴുക്ക്. പിന്നെ ഏതാ? മികച്ച നടൻ ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസി മികച്ച നടനായി. ഷാരൂഖ് ഖാന്റെ ഏതാണ് ചിത്രം? ജവാൻ. വിക്രാന്ത് മാസി ചിത്രം 12th ഫെയിലാണ്. ഈ പറയുന്നത് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമല്ല, 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. 72ൽ ആർക്ക് ലഭിച്ചു? മമ്മൂട്ടിക്കാണ് ഇപ്രാവശ്യം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അത് ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ് എന്നുള്ളതാണ് ഇത് പറയുന്നത് കേട്ടോ. യെസ്, മികച്ച ചിത്രം, അല്ലെ, 12th ഫെയിൽ മികച്ച ചിത്രമായി. ഇവിടെ മികച്ച ചിത്രം 12th ഫെയിലാണ്. ഒന്ന് നോക്കി വെച്ചുകൊള്ളുക. 12th ഫെയിൽ മികച്ച ചിത്രമായിരിക്കുന്നു. അതോടൊപ്പം 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നോക്കി വെച്ചോളണം. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടൻ ആര് തന്നെയാണ്? മമ്മൂട്ടിയാണ്. ഏതാണ് ചിത്രം? ഭ്രമയുഗമാണ്. അല്ലെ? ഭ്രമയുഗം. മമ്മൂട്ടിക്ക് ആ ചിത്രത്തിനാണ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. നടി ഷംല ഹംസ, ചിത്രം ഏതാ? ഫെമിനിച്ചി ഫാത്തിമ. അല്ലെ? ഷംല ഹംസ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സിനിമ മഞ്ഞുമ്മൽ ബോയ്സ് ആണ് മികച്ച സിനിമ. മലയാളത്തിലാണ് 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. അല്ലെ? സിനിമ. മികച്ച സംവിധായകൻ ചിദംബരം എസ് പൊതുവാൾ. ഏതാണ് ചിത്രം? മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച തിരക്കഥ ചിദംബരം എസ് പൊതുവാൾ, ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. ഇവിടെ മികച്ച ഗാനരചന വേടനാണ്. ഏതാണ് ചിത്രം? മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. വേടന്റെ മഞ്ഞുമ്മൽ ബോയ്സ് ആണ് മികച്ച ഗാനരചന. വേടനാണ്. ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. നോട്ട് ചെയ്ത് വച്ചോളുക. ആരായിരുന്നു ജൂറി ചെയർമാൻ? പ്രകാശ് രാജ്. കേട്ടോ, പ്രകാശ് രാജ് ആയിരുന്നു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ ജൂറി ചെയർമാൻ. പ്രകാശ് രാജ് ആയിരുന്നു. വിനയൻ എഴുതി സംവിധാനം ചെയ്ത 2022 19ാം നൂറ്റാണ്ട് എന്ന സിനിമ ആരുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്? നല്ലൊരു ചോദ്യമാണ് അല്ലെ? സിനിമ കണ്ടവർക്കറിയാം, ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അല്ലെ? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് 19ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമ. അത് രണ്ട് കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. മഹാത്മാ അയ്യങ്കാളിയുടെ ജീവചരിത്രം പറയുന്ന ഒരു ഇന്ത്യൻ ചിത്രം വരുന്നുണ്ട് പിള്ളേരെ. അതിന്റെ പേരാണ് കതിരവൻ. അരുൺ രാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് കതിരവൻ എന്ന് പറയുന്ന ഒരു ചിത്രം. മഹാത്മാ അയ്യങ്കാളിയുടെ ജീവചരിത്രം പറയുന്ന ചിത്രമാണ് കതിരവൻ. മുന്നേ അല്ലെ 2010 ഇറങ്ങിയ ശ്രീനാരായണ ഗുരുവിനെ ആസ്പദമാക്കിക്കൊണ്ട് അല്ലെ ആർ സുകുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് യുഗപുരുഷൻ. ചോദിച്ച ചോദ്യമാണ് അല്ലെ. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ആർ സുകുമാരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് യുഗപുരുഷൻ. അതിൽ അല്ലെ ശ്രീനാരായണ ഗുരുവായിട്ട് വേഷമിട്ട വ്യക്തിയൊക്കെ ചോദിച്ചായിരുന്നു അല്ലെ തലൈവാസൽ വിജയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട്. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് മെല്ലെ പ്രവേശിക്കാം. അടുത്ത ചോദ്യം ഇതാ പിടിച്ചോ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് എന്നുള്ളതാണ് അല്ലെ.
വിവരാവകാശ കമ്മീഷൻ ചോദിച്ചു, എഴുതാൻ പറ്റുന്നൊരു ചോദ്യമാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ എഴുതാം. അതോടൊപ്പം എന്താ നോക്കിയോ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. ഇതൊരു കട്ടി ചോദ്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ശ്രീ ഭരത് ലാലാണ് അല്ലെ, ശ്രീ ഭരത് ലാലാണ്. അതൊരു ചെറിയൊരു ചോദ്യമാണ് അല്ലെ. ആദ്യ സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തിയാണ് അല്ലെ RV പിള്ള. നിലവിൽ ആരാണ്? ഭരത് ലാലാണ്. എങ്കിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ KR സുചിത്രയാണ്. KR സുചിത്രയാണ്. ആരെന്ന് ചോദിച്ചാലാണ് KR സുചിത്രയാണ്. നമുക്ക് 1-2 നിയമനം കൂടി നോക്കാം അല്ലെ. 1-2 നിയമനം കൂടി നമുക്ക് നോക്കാം. ദേ നോക്കിക്കോ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചോദിക്കുകയാണെങ്കിൽ അത് രാജ്കുമാർ ഗോയലാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ രാജ്കുമാർ ഗോയലാണ്. സംസ്ഥാനം നമുക്ക് കിട്ടും V ഹരിനായരാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യനാണ്. ഇനി സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. സംസ്ഥാന മുഖ്യ മനുഷ്യാവകാശ കമ്മീഷൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അത് ജ്ഞാനേഷ് കുമാറാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ N ശേഷാദ്രിനാഥൻ ആയിരിക്കുന്നു. ആരാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് ചോദിച്ചാൽ ഡോക്ടർ A കൗശികൻ. സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ A കൗശികനാണ്. നോക്കി വെച്ചോളുക. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ശ്രീ KV മനോജ് കുമാറാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ V പ്രേംചന്ദ് ആണ്. V പ്രേംചന്ദ് നോക്കി വെച്ചോളുക. V പ്രേംചന്ദ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ V പ്രേംചന്ദ്. ഇനി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതനായത് സ്വാതി നിരഞ്ജൻ ജ്യോതിയാണ്. സ്വാതി നിരഞ്ജൻ ജ്യോതി. പിന്നെ ഉറപ്പായിട്ടും നമ്മൾ ഈ 3 കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചോളുക. ഈ 3 കാര്യങ്ങൾ കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് നമ്മളവിടെ പരാമർശിച്ചു. സൗമ്യൻ സെൻ ആണ് അല്ല, അദ്ദേഹം കൊൽക്കത്ത സ്വദേശിയാണ്. നേരത്തെ അദ്ദേഹം മേഘാലയയിലായിരുന്നു. ഇപ്പം മേഘാലയയിൽ രേവതി പ്രശാന്ത് മോഹിതെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. മേഘാലയ ചീഫ് ജസ്റ്റിസ് ആവുന്ന ആദ്യ വനിതയും കൂടിയാണ് രേവതി എന്നുള്ളതാണ്. സോ അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചോളുക. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് നമുക്ക് വേണ്ട. പിന്നെ ഏതാ? കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ അല്ലേ. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? M ഷാജർ ആണ്. പിന്നെ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ ചോദിക്കുകയാണെങ്കിൽ P സതീദേവിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ P സതീദേവി. ദേശീയ താരെന്ന് ചോദിക്കുകയാണെങ്കിൽ വിജയ് കിഷോർ ഹിത്കർ ആണ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് കിഷോർ ഹിത്കർ ആണ്. 2 കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യണേ. പിന്നെ അല്ലേ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് എന്നുള്ളതാണ്. അത് കറണ്ട് അഫെയർ ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല, 91 കിട്ടിയതാണ് അല്ലെ. സമ്പൂർണ്ണ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടുന്നു. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? കേരളമാണ്. പക്ഷേ ഇവിടെ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം. കേന്ദ്ര സർക്കാരിന്റെ ഉല്ലാസ് പദ്ധതിയിലൂടെ 2025 സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനം അത് മിസോറാമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഉല്ലാസ് പദ്ധതിയിലൂടെ സമ്പൂർണ്ണ സാക്ഷരത 2025 കൈവരിച്ച സംസ്ഥാനം മിസോറാമാണ്. ഇന്ത്യയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം ഏത് തന്നെയാണ്? കേരളമാണ്. 2025 ഓഗസ്റ്റ് 21 മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് ചെയ്യുന്നു? അത് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് കേരളം വരുന്നത് ഓഗസ്റ്റ് മാസം 21 തീയതിയായിട്ട് ആര് പ്രഖ്യാപിച്ചു? പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. ഇനി അവിടെ 2 കാര്യങ്ങളാണ്. 96-ാം വയസ്സിൽ കേരള സാക്ഷരതാ മിഷന്റെ അക്ഷരലക്ഷം പദ്ധതിയിൽ 98% മാർക്കോടെ 1ാം റാങ്ക് നേടി ചരിത്രം കുറിച്ച വനിതയാണ് കാർത്തിയായനി അമ്മ. വിട്ടുകളയരുത്. അങ്ങനെ ഒരു ചോദിച്ചാൽ നമ്മൾ എഴുതണം. ഇനി സംസ്ഥാനത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയപ്പോൾ സംസ്ഥാനത്ത് ഡിജിറ്റൽ സാക്ഷരത നേടിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ MA അബ്ദുള്ള മൗലവിയാണ്. 105 വയസ്സൊന്നും ആ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. MA അബ്ദുള്ള മൗലവിക്ക് ആ 2 ചോദ്യങ്ങളൊന്ന് നോക്കിയിട്ട് പോകണം. പിന്നെ ഇതാ നോക്കിയോ പിള്ളേരെ അല്ലെ. സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ഫ്രണ്ട്സ് എന്ന സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് അല്ലെ. ഫ്രണ്ട്സ് അല്ലെ.
നമ്മൾ മിക്കവാറും കേൾക്കുന്ന ഫ്രണ്ട്സ് ഒരു ആപ്പ് ഉണ്ടായിരിക്കും അല്ലേ, കുറച്ച് രൂപ കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇപ്പോൾ അവരോടൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു അല്ലെ ഒരു പരസ്യമൊക്കെ വരുന്നുണ്ട് അല്ലേ. പക്ഷേ ഇത് തന്നെയാണ് കേരളമാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം നടപ്പിലാക്കിയത് കേരളമാണ്. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് സേവനം അല്ലേ. സ്മാർട്ട് ഫോണുകൾ വഴി സർക്കാർ സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്നതിനുള്ള ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനാണ് സേവനം. ഇനി ഡിസ്ട്രിക്റ്റ് എന്നുള്ളതാണ് പൊതുജനങ്ങൾക്ക് വില്ലേജ് താലൂക്ക് ഓഫീസുകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമാണ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന സംവിധാനം. ഇനി സുലേഖ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി ആസൂത്രണവും നിരീക്ഷണവും ഉള്ള ഒരു പ്രധാന സംവിധാനമാണ് സുലേഖ സംവിധാനം. ഒക്കെ ചോദിച്ചു എഴുതണം കേട്ടോ. സഞ്ജയ കെട്ടിട നികുതി അടയ്ക്കുന്നതിനും ലൈസൻസുകൾക്കുമായിട്ടുള്ള ഓൺലൈൻ സംവിധാനമാണ് സഞ്ജയ എന്ന് പറയുന്ന സംവിധാനം. കഴിഞ്ഞില്ല. സങ്കേതം എല്ലാം എസ്സിലാണ് തുടങ്ങുന്നത്. സഞ്ജയ, സങ്കേതം, സുലേഖ അല്ലെ. കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ വേഗത്തിൽ നൽകുന്നതിനുള്ള ഒരു ഓൺലൈനാണ് സങ്കേതം. സേവനം എന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലേ, ജനനം, മരണം, വിവാഹം എന്നിവ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സർട്ടിഫിക്കറ്റുമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് സേവനം എന്ന് പറയുന്നത്. യെസ്, ഒന്ന് നോക്കി വെച്ചോളുക. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മളെ സംബന്ധിച്ച് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ട ചോദ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ബാക്കിയെല്ലാം നമുക്ക് കിട്ടേണ്ടവയാണ്. നല്ല രീതിയിലൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക. ഇനി എക്സാം എഴുതാൻ പോകുന്നവർക്ക് പ്രയോജനം ചെയ്യട്ടെ. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.